എത്ര കാലമായി ഇല്ലേ സ്നേഹം? അയ്യോ സോറി, ഏജന്റ്. ഈ കാറിലിരുന്ന് ഇന്റെ ചാനലിലിരുന്ന് എന്നെ കുറ്റം പറഞ്ഞതിന്റെ വിത്തുകളാണിത്. പക്ഷെ താങ്ക് യു സ്നേഹ, താങ്ക് യു സിത്തുബായ്, താങ്ക് യു അഭിലാഷ്. നീന്തി കേറി പട്ടി, ഞാൻ എങ്ങനെ പോലെ ഞാൻ തിരിച്ചു വരും. അങ്ങനെ സായി കൃഷ്ണൻ മാറി സീക്രട്ട് ഏജന്റായി തിരിച്ചു വന്നു. ഈ ആവേശം കുറച്ചെങ്കിലും ബിഗ് ബോസിൽ കാണിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബിഗ് ബോസിന്റെ ഉള്ളിൽ അനിയത്തി കുട്ടിയുടെ ചേട്ടായി, കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്യ സിനിമയാണ്. ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് വന്ന ശേഷം പറയുന്ന പല കാര്യങ്ങളിലും വീണെടുത്ത് കിടന്നുരുളുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇദ്ദേഹത്തിന് പൈസയും കൊടുത്ത് ബിഗ് ബോസിലേക്ക് കയറ്റിവിട്ടതിന് അവർക്കൊരു ഗുണം ഉണ്ടായിട്ടുണ്ടാവില്ല. ശരിക്കും ബിഗ് ബോസ് ടീം പൊട്ടന്മാരായി. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് കരാറ് പ്രകാരമുള്ള പൈസയും കിട്ടും. പിന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് എടുത്തു വന്ന ഈ 5 ലക്ഷവും കിട്ടും. ബിഗ് ബോസിൽ പോയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് 2 മാസം യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള കണ്ടന്റും കിട്ടും.